നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. എന്നോടൊപ്പം ഇന്നുള്ളത് ബി ഗോപാലകൃഷ്ണനാണ്. പ്രത്യേകിച്ച് ആളെ കിട്ടിപ്പോയി മതി. എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. ഗുരുവായൂരിൽ എന്ത് പറ്റി? ഗുരുവായൂർ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ജയിക്കാൻ സാധിച്ചു. കേരളത്തിൽ 140 നിയോജകമണ്ഡലത്തിൽ 3 ജയിച്ചുള്ളൂ. അതുകൊണ്ടൊന്നുമില്ല. ബാക്കി 137 സ്ഥലത്ത് തോറ്റുപോയില്ലേ? ഒരുപാട് മോഹിച്ചത് നഷ്ടപ്പെടുമ്പോ ആർക്കാണെങ്കിലും സങ്കടം തോന്നും. എന്നെ സഹിക്കാൻ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആൾക്കാരും തോറ്റുപോയി. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. പക്ഷെ ആ തോൽവിയൊന്നും ഞങ്ങളെ ബാധിക്കില്ല. കാരണം എല്ലാ പാർട്ടിയും അങ്ങനെയല്ലേ. എന്നാലും തോൽവി തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ PM ശ്രീ പദ്ധതി സത്യത്തിൽ എന്താണ്? അതായത് പാഠ്യ പുസ്തകങ്ങളിലേക്ക് ഹിന്ദുത്വ അജണ്ടകളെ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. PM ശ്രീ പദ്ധതിയിൽ മതമില്ല. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലത്തെ കുറിച്ച് പറയുന്നില്ല. ഇത് ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. സ്കൂളിന് അടിസ്ഥാന വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കാനുള്ള പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. രാജ്യത്തെ സർക്കാർ സ്കൂളുകൾ ശോചനീയാവസ്ഥയിൽ എന്ന CJP ആരോപണം ശരിവെച്ച് രാജസ്ഥാൻ സർക്കാരിന്റെ കണക്കുകൾ അറിഞ്ഞു. സ്കൂളിന് അടിസ്ഥാന വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കാനുള്ള പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ആ നിൽപ്പ് കണ്ട എന്തൊരു പാവാ. നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ. എനിക്ക് അമ്മയോട് എല്ലാം പറയണം, നീ കൈവിട്ടെ. 111 സ്കൂളുകൾക്ക് സ്വന്തമായി കെട്ടിടമില്ല. 200ഓളം വിദ്യാലയങ്ങൾക്ക് ശുചിമുറിയില്ല. കുടിവെള്ള സൗകര്യമില്ലാതെ 1000-ലധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുവെന്നും നിയമസഭയിൽ സർക്കാർ. കുഴപ്പമായി. ഓടിയാലോ? വേണ്ട, വരട്ടെ. അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല, നിന്നെ പറ്റി. ഇതിന്റെ എതിർപ്പ് എന്തിനെതിർക്കണം? എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ ബോധ്യപ്പെടുത്താൻ എന്താ BJP? ഇതൊക്കെ BJP എന്തിനാ ബോധ്യപ്പെടണമെന്നേ? ഞങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ പോരേണ്ട ഒപ്പിട്ടാൽ മതി. ഞങ്ങൾ ഭരിക്കാൻ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ എങ്ങനെ അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. ആ PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം പറയുന്നുണ്ടോ? ആ PM ശ്രീ പദ്ധതിയിൽ സിലബസ് പറയുന്നുണ്ടോ? ആ PM ശ്രീ പദ്ധതിയിൽ എന്തു പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. 50 കോടി കൊടുക്കുന്നു. നിങ്ങൾ വേണേ മേടിച്ചാൽ വേണ്ട. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം.